ദൈവത്തിന്റെ അതിശക്തമായ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇൻ ഗൈസ് പ്രയർ ഫെലോഷിപ്പിൽ ഒരിക്കൽ കൂടി എനിക്കും ദൈവത്തിന്റെ നാമത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ വന്ന് ചേരുവാൻ, നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ പാടുവാനും പുകഴ്ത്തുവാനും വാഴ്ത്തുവാനും എല്ലാം ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാ. നാം ഒന്നും നേടിയതല്ല, ദൈവം എല്ലാം തന്നതാ. എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവരെല്ലാം വീഡിയോ ഓൺ ചെയ്താട്ടെ. എനിക്ക് എയോടും ഐയോടും സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് മുഖങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സെമിത്തേരിക്കകത്തല്ല ഇരിക്കുന്നു എന്നുള്ളൊരു വിശ്വാസത്തിന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഞാൻ സെമിത്തേരിക്കകത്തല്ല ഇരിക്കുന്നേ. ഞാൻ ഇരിക്കുന്നത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ മധ്യത്തിലാണ്. അങ്ങനെയെങ്കിൽ എയും ഐയൊക്കെ ഒന്ന് മാറി നിന്ന് അത് വ്യക്തിപരമായ മുഖമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ ഓർമ്മിച്ചുകൊണ്ട് ഞങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? ഞാനും നിങ്ങളും ആരാധിക്കുന്നത് ഏതോ പറഞ്ഞു കേട്ട ചരിത്രത്തിലെ ഒരു ദൈവത്തെ അല്ല, ഇന്നും എന്നിലും നിന്നിലും ജീവിക്കുന്ന ഒരു ജീവനുള്ള ദൈവത്തെയാണ്. ഒരു ലിവിങ് ഗോഡ്, ജീവനുള്ള ദൈവം. ആ ദൈവത്തെ ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. ജീവനുള്ള ദൈവത്തെയാണ് ആരാധിക്കുന്നെങ്കിൽ എന്തുണ്ടാവണം? ആ ജീവൻ ഞാൻ അനുഭവിക്കണം. ആമേൻ. ആ ജീവൻ നാം അനുഭവിക്കണം. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞ സമയം 9 മണി വരെയാണ്. എനിക്ക് അത്ര പോകുമെന്ന് എനിക്കറിയില്ല. ഞാൻ 8:30 നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് അതാണല്ലോ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ 8:30 നിർത്താൻ ഞാൻ ശ്രമിക്കും. ദൈവം അനുവദിക്കുന്ന പക്ഷം ഞാൻ 8:30 തന്നെ നിർത്തി നിങ്ങളോട് ആശീർവാദം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും പരിശുദ്ധാത്മാവ് എന്തൊക്കെയോ നിയോഗങ്ങളോട് അയച്ചിട്ടുണ്ട്. ക്ഷണിച്ചിട്ടാണ് വന്നതെങ്കിലും അയക്കപ്പെട്ട് വന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഒന്ന് ഉറപ്പിച്ച് പറയാം, അയക്കപ്പെട്ടവന്റെ പദ്ധതി മാത്രമേ എനിക്ക് സംസാരിക്കാനുള്ളൂ. ഷമീർ ഖാൻ വ്യക്തിപരമായി നിങ്ങളോട് ആരോടും ഒന്നും പറയാനില്ല. പേഴ്സണലി എനിക്ക് നിങ്ങൾ ആരെയും ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ഒന്നും പേഴ്സണലി സംസാരിക്കാനില്ല. പരിശുദ്ധാത്മാവ് എന്തെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഫേവർ നമ്മളെ മധ്യത്തിൽ വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ശബ്ദം പറയാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ചായിരിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ദൈവ സാന്നിധ്യം ചുമക്കുന്ന ചില മനുഷ്യരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവത്തിന് മഴ പെയ്യാനും മഴ പെയ്യിക്കാതിരിക്കാനും ഒക്കെ അറിയാം. പക്ഷേ ദൈവ സാന്നിധ്യം ചുമക്കുന്ന ഒരു ഏലിയാവിനെ ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവത്തിന് ചെങ്കടൽ രണ്ടാക്കി പിളർക്കാൻ അറിയാം. പക്ഷേ ദൈവ സാന്നിധ്യം വഹിക്കുന്ന ഒരു മോശയെ, അല്ലെ ദൈവത്തെ അനുസരിക്കുന്ന ഒരു മോശയെ ദൈവത്തിന് ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങട്ടെ. ദൈവ സാന്നിധ്യം വഹിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ഈ അന്ത്യകാലഘട്ടത്തിനകത്ത് ഈ ലോകത്ത് ദൈവത്തിന് ആവശ്യമുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് അതിലോട്ട് ഒരുങ്ങി ഇന്ന് ആ ദൈവ സാന്നിധ്യം വഹിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ചായിരിക്കാം. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം വഹിക്കുന്ന, ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവ സാന്നിധ്യം വഹിക്കുന്ന ഒരു വ്യക്തി നിൽക്കുന്ന സ്ഥലം അവിടെ ഓപ്പൺ ഹെവനാ. അവിടെ സ്വർഗം തുറക്കപ്പെടുകയാ. നീ നിൽക്കുന്ന സ്ഥലം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ദൈവ സാന്നിധ്യം വഹിച്ച് ആരെങ്കിലും ഇതിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞെ, ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറയുന്നു, നീ നിൽക്കുന്ന സ്ഥലത്ത് സ്വർഗം ഓപ്പണാ. ഹല്ലേലൂയ. നീ നിൽക്കുന്ന സ്ഥലത്ത് സ്വർഗം ഓപ്പൺ. നീ സ്വർഗത്തിലോട്ട് പോവാനല്ല, നീ നിൽക്കുന്ന സ്ഥലത്ത് ഒരു സ്വർഗം ഓപ്പൺ ആവും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായത്തിന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം അതിന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും, നീ പീഡനത്തോട് അകന്നിരിക്കും, നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. ഭീഷണിയോട് നീ അകന്നിരിക്കും, അത് നിന്നോട് അടുത്ത് വരികയില്ല. ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നു എങ്കിൽ അത് എന്റെ ഹിതപ്രകാരമല്ല. ആരെങ്കിലും നിന്നോട് കലശൽ കൂട്ടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. തീക്കനൽ ഊതി പണി ചെയ്ത് ഒരായുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നശിപ്പിപ്പാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല.
ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. മതി. ആമേൻ. പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഓടിപ്പോകുന്ന ആ പ്രശ്നം ഒരു ജനത്തെ അല്ല ദൈവം ആഗ്രഹിക്കുന്നേ. എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാവുമ്പോ, എന്തെങ്കിലും നമുക്ക് വിരോധമായി, നമ്മളുടെ കാഴ്ചയ്ക്ക് വിരോധമായി, നമ്മളുടെ സ്വപ്നത്തിന് വിരോധമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഓടിപ്പോകുന്ന ഒരു കൂട്ടം ജനത്തെ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആ പ്രതിസന്ധിക്ക് നടുവിൽ ദൈവ സാന്നിധ്യം വഹിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ പറയാൻ പറ്റുന്നവർ ആമേൻ പറഞ്ഞു തുടങ്ങിയാട്ടെ. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിപ്പോകുന്നതിനല്ല, പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ന്യായവിധി ആയാലും അനുഗ്രഹമായാലും എന്തായാലും അതിന്റെ മധ്യത്തിൽ ദൈവ സാന്നിധ്യം വഹിച്ചു നിൽക്കാൻ ഒരു കൂട്ടം ജനത്തെ ദൈവം ആഗ്രഹിക്കുന്നു. മോശ ചെങ്കടലിന്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ ഒത്തിരി പ്രതിസന്ധികൾക്കകത്താണ് നിൽക്കുന്നേ. മുന്നോട്ട് നോക്കുമ്പോൾ ആർത്തിരമ്പുന്ന ചെങ്കടലും, പുറകോട്ട് നോക്കുമ്പോൾ വലിയ ഫറവോനിക സൈന്യവും, ഭാഗത്തേക്ക് നോക്കുമ്പോൾ വലിയ മലകളും, ഉയർന്നു നിൽക്കുന്ന മലകളും ഉണ്ടെങ്കിലും കുഞ്ഞെ, അതല്ല നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. നീ ദൈവ സാന്നിധ്യം വഹിച്ചാണോ നിൽക്കുന്നത്? നിന്റെ മുമ്പിൽ പ്രശ്നങ്ങളിലോട്ടല്ല നീ നോക്കുന്നത്. നിന്റെ മുമ്പിൽ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ നിനക്ക് വിരോധമായി നിൽക്കത്തില്ല, അത് നിനക്ക് വിരോധമായി മാറത്തില്ല. കാരണം എന്താണെന്നറിയോ? നീ ദൈവ സാന്നിധ്യം വഹിച്ചാ നിൽക്കുന്നേ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം വഹിച്ചു നിൽക്കുന്ന നീ നിൽക്കുന്ന ഏത് സ്ഥലത്താണോ അവിടെ ഒരു ഓപ്പൺ ഹെവൻ ഉണ്ടാവും. ഹല്ലേലൂയ. നീ ദൈവത്തിന് വേണ്ടി നിന്നുകൊടുത്താൽ, നീ നിന്നുകൊടുക്കുന്ന വീടിനകത്ത് സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടേഴ്സ് ഉണ്ടാവും. എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവ സാന്നിധ്യം വഹിക്കുന്ന നീ ഒരു വീടിനകത്ത് എത്ര പ്രതികൂലാവസ്ഥയിൽ നിന്നാലും നിനക്ക് മുമ്പിൽ ഡോറുകൾ ഓപ്പൺ ആവും. കാരണം നീ വഹിക്കുന്നത് സാധാരണ അഭിഷേകം മാത്രമല്ല, നീ വഹിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാ. പെട്ടകം എവിടെ ഇരുന്നിട്ടുണ്ടോ ആ സ്ഥലമെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. പെട്ടകം ഇരിക്കുന്ന സ്ഥലങ്ങൾ ചരിത്രത്തെ മാറ്റിയിട്ടുണ്ട്. പെട്ടകം ഇരിക്കുന്ന സ്ഥലം ചരിത്രത്തെ മാറ്റി ഒരു പുതിയ ചരിത്രത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ആത്മാവിൽ ഞാൻ പ്രവചിച്ച് നിങ്ങളോട് പറയുന്നു, ഇന്ന് നീ ഈ സാന്നിധ്യത്തെ വഹിക്കാൻ തയ്യാറാണെങ്കിൽ, ഈ ദൈവ സാന്നിധ്യത്തെ വഹിക്കാൻ തയ്യാറാണെങ്കിൽ, നീ നിൽക്കുന്ന സ്ഥലം ഒരു സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടറിന്റെ സ്ഥലമായി മാറും. നീ നിൽക്കുന്ന സ്ഥലത്ത് ദൂതന്മാരുടെ വലിയ സാന്നിധ്യങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. നീ ദൈവ സാന്നിധ്യം വഹിച്ചാൽ നിൽക്കുന്നെങ്കിൽ നീ പറയുന്ന ശബ്ദങ്ങൾ ഓപ്പൺ ഡോഴ്സ് ആയി മാറും. നീ പറയുന്ന ശബ്ദങ്ങൾ ദൈവം അതുപോലെ ഉത്ഭവിക്കാൻ തുടങ്ങും. നീ ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടായി തുടങ്ങും. നീ തുറക്കട്ടെ എന്ന് പറയുമ്പോൾ തുറന്നു തുടങ്ങും. കാരണം നീ വഹിക്കുന്നത് ഒരു സാധാരണ അഭിഷേകം മാത്രമല്ല, നീ ഒരു ദൈവത്തിന്റെ അഭിഷേകം മാത്രം വഹിക്കുന്നവനല്ല, നീ ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുന്നവനാ. വിശ്വസിക്കുന്ന ജനം ആമേൻ പറഞ്ഞു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ നോക്കണേ, മോശയും ജനവും രക്ഷപ്പെട്ടതും ഫറവോനും സൈന്യവും നശിച്ചു പോയതും ഒരൊറ്റ വഴിക്കകത്താ. കാരണം സാന്നിധ്യം വഹിക്കുന്നവൻ തുറക്കുന്ന വഴിക്കകത്ത് ശത്രുവിനുള്ള സംഹാരം കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ സാധാരണ നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മുടെ പ്രശ്നം എവിടെ കിടക്കുന്ന അറിയോ? നമ്മൾ ഈ പെന്തക്കോസ്തിനകത്ത് വന്നോട്ടാണോ അതോ ആളുകൾ പറഞ്ഞ് പഠിപ്പിച്ചതെന്ന് അറിയത്തില്ല, സംഹാരം മാത്രമേ നമ്മളെ പ്രാർത്ഥനയ്ക്കകത്തുള്ളൂ. സംഹാരത്തിനകത്ത് സംഹാരം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നീ സംഹാരത്തെക്കാൾ കൂടുതൽ ഈ സാന്നിധ്യം വഹിച്ച് തുറക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുമ്പോ, ദൈവം തുറക്കുന്ന വഴിയിലൂടെ നീ സഞ്ചരിക്കുമ്പോ സംഹാരം ഓട്ടോമാറ്റിക്കലി അതിന് പുറകെ ഉണ്ട്. ഹല്ലേലൂയ. എത്ര പേര് ഈ പ്രവചനത്തെ ഏറ്റെടുക്കും? എത്ര പേര് ഈ പ്രവചന ശബ്ദത്തെ ഏറ്റെടുക്കും? പ്രവചന ശബ്ദത്തെ ഏറ്റെടുക്കുന്നതിന് ഞാൻ ഇന്ന് ഉറപ്പിച്ച് പറയാം, കുഞ്ഞെ, ഇതുവരെ നീ സംഹാരത്തിന് വേണ്ടിയാ കാത്തിരുന്നെങ്കിൽ നീ ഇന്ന് മുതൽ വഴി തുറക്കാൻ കാത്തിരുന്നോ. നീ വഴി തുറക്കാൻ പ്രവചിക്കുന്നതോടുകൂടെ വഴി തുറക്കപ്പെടുമെന്നല്ല, നിന്റെ പുറകെയുള്ള ശത്രുവിന് ഒരു സംഹാരം കൂടെ അതേ വഴിക്കകത്ത് സംഭവിക്കാൻ പോവാം. ഞാൻ വചനം വായിക്കാൻ വ്യക്തമായിട്ട് അറിയാം, തുറന്ന സ്വർഗങ്ങളുണ്ട്. അവിടെ നിന്ന് പറഞ്ഞാൽ അത് ദൈവം അതെന്ത് ചെയ്യും? ദൈവത്തിന്റെ ഓഫീസായി കൈമാറ്റി ദൈവം അവിടെ അത് ഓപ്പൺ ചെയ്യും. ഇതൊരു പ്രൊഫറ്റിക്കൽ വോയിസ് ആയിരിക്കും. ഈ യോർദാൻ ചെങ്കടൽ കരകവിഞ്ഞൊഴുകുമ്പോഴും യോർദാൻ രണ്ടാകാൻ ദൈവത്തിന് അറിയാത്തതുകൊണ്ടല്ല. യോർദാനെ രണ്ടാക്കാൻ ദൈവത്തിന് അറിയാം. പക്ഷെ മഹത്വത്തിന്റെ പെട്ടി മരണയോർദാനിൽ നിന്നപ്പോൾ മരണയോർദാൻ മാറി മഹത്വത്തിന്റെ യോർദാനായി അത് മാറി. എത്ര പേര് ഈ ദൂത് പിടിച്ചാൽ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല.
കുഞ്ഞ് ഒന്ന് ഉറപ്പുണ്ട്, മഹത്വത്തിന്റെ പെട്ടി മരണയോർധാൻ മേൽ നിന്നപ്പോൾ മരണയോർധാൻ അതൊരു മഹത്വത്തിന്റെ യോർധാനായി മാറി. ഇന്ന് ഇതിനകത്ത് ആരോടൊക്കെയാ പറയുന്നത്, കുഞ്ഞെ, നിന്നെക്കുറിച്ച് ശാപം പറഞ്ഞ സ്ഥലത്ത്, നിന്നെക്കുറിച്ച് പരാജയം പറഞ്ഞ സ്ഥലത്ത്, നിന്നെക്കുറിച്ച് രോഗം പറഞ്ഞ സ്ഥലത്ത്, നിന്നെക്കുറിച്ച് ഇല്ലായ്മ പറഞ്ഞ സ്ഥലത്ത്, നിന്നെക്കുറിച്ച് വല്ലായ്മ പറഞ്ഞ സ്ഥലത്ത് നീ മഹത്വത്തിന്റെ പെട്ടി ചുമക്കാൻ തയ്യാറാണെങ്കിൽ, നീ മഹത്വത്തിന്റെ ജീവനെ ചുമക്കാൻ നീ തയ്യാറാണെങ്കിൽ, ഇന്നലെ വരെയുള്ള നിന്റെ ചരിത്രം മാറാൻ പോകുക. ഇന്നലെ വരെ മരണയോർധാൻ എന്നാ പറഞ്ഞേ, ഇന്നലെ വരെ കരകവിഞ്ഞൊഴുകി എന്നാ പറഞ്ഞേ, ഇന്നലെ വരെ പറഞ്ഞത് മരണം മാത്രമാ പറഞ്ഞത്. ഇല്ലെന്നേ, ഇതാ മഹത്വം വെളിപ്പെട്ട് നിൽക്കുക. മഹത്വം വെളിപ്പെട്ട് നിൽക്കുമ്പോ ആ മഹത്വം നിന്റെ മേൽ അത് വ്യാപരിക്കാൻ പോവാ. നിന്റെ മേൽ വ്യാപരിക്കുമ്പോ ഇന്നലെ വരെ പറഞ്ഞ ശാപങ്ങൾ ഇന്ന് അനുഗ്രഹമായി മാറാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, യോശുവ ഇറങ്ങുന്ന യോർദാൻ രണ്ടായി മാറുമ്പോ, കാണുന്ന ലോകത്ത് യോർദാൻ രണ്ടാകുമ്പോ, എന്നാൽ കാണാത്ത ലോകത്ത് സ്വർഗം തുറക്കുക. നീ കാണുന്ന ലോകത്തൊരു യോർദാൻ തുറന്നതേ കണ്ടെങ്കിൽ, നീ തുറന്ന യോർദാൻ കാണുമ്പോ നീ കാണാത്തൊരു ലോകത്ത് നിനക്ക് വേണ്ടി ഒരു സ്വർഗം തുറക്കുന്നുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? കാണുന്ന ഓപ്പണുകളല്ല, നാം പലപ്പോഴും കാണുന്ന ഓപ്പൺ ഡോറുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മളെ മുമ്പിൽ തുറന്ന വഴികൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ അതിനപ്പുറം നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നിനക്ക് വേണ്ടി ഒരു ഫേവർ വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു സ്വർഗമുണ്ട്. നീ കാണുന്നതിലോട്ട് വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ കാണാത്തത് വിശ്വസിച്ചു തുടങ്ങുക. കാണാത്തത് വിശ്വസിച്ചു തുടങ്ങുക. ഇന്ന് രാത്രി ആരുടെയൊക്കെ മേൽ ഒരു പുതിയ ഗ്രേസ് വെളിപ്പെടാൻ പോവാ. ഒരു പുതിയ ഗ്രേസ് വെളിപ്പെടാൻ പോവാ. ഇതാ ഈ ഗ്രേസ് തന്റെ മേലങ്ങ് വെളിപ്പെടുമ്പോ ജസ്നി റോബിൻ എന്ന ദൈവദാസിയോട് പരിശുദ്ധാത്മ ശക്തമായിട്ട് ഇടപെടുന്നു. ഇതാ ഇന്ന് നിന്റെ മേൽ ഒരു ഇരട്ടിപ്പങ്കിന്റെ ഗ്രേസ് കൈമാറുകയാ. ഇരട്ടിപ്പങ്കിന്റെ ഒരു ഗ്രേസ് കൈമാറുകയാ. നീ ഇന്ന് വരെ ഒന്നിനെ കുറിച്ചിട്ടും ഭാരപ്പെട്ടെങ്കിൽ, എന്നാൽ പരിശുദ്ധാത്മ പറയുന്നു നിനക്ക് വേണ്ടി ചില ഡബിൾ പോർഷന്റെ വഴികൾ തുറക്കാൻ പോവാ. ഇരട്ടിപ്പങ്കിന്റെ വഴികൾ തുറക്കാൻ പോവാ. ഈ വഴികൾ നിന്നെ ഇന്നലെ വരെ ശാപം പറഞ്ഞ സ്ഥലത്ത് ഇതാ ഇന്നു മുതൽ നിന്റെ മേൽ സ്വർഗം തുറന്നൊരു അനുഗ്രഹമാക്കി മാറ്റാൻ പോകുന്നതിനോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഹല്ലേലൂയ. നോക്കണേ, താഴെ മഹത്വത്തിന്റെ പെട്ടി വന്നപ്പോ, പെട്ടകം വന്നപ്പോ മുകളിൽ സ്വർഗം തുറന്നു. അങ്ങനെയെങ്കിൽ കുഞ്ഞെ, ഇന്ന് നിന്റെ മേൽ ഒരു മഹത്വം വെളിപ്പെട്ട റൂബി ബിജോയ് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഇതാ നിന്റെ മേലൊരു മഹത്വത്തിന്റെ പെട്ടകം ചുമക്കാൻ നീ ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, എന്നോട് സിസ്റ്ററെ, ഇങ്ങനെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ പലപ്പോഴും കേട്ട ദൂതുകൾ അഭാര ദൂതുകളാ. നീ കേട്ട പ്രവചന ശബ്ദങ്ങൾ ഒത്തിരിയാ. പക്ഷേ ഈ പ്രവചനങ്ങളും ദൂതുകളും ഓപ്പൺ ആവാതെ നിൽക്കുക നിന്റെ ജീവിതത്തിനകത്ത്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മേലൊരു ഡോർ ഓപ്പൺ ആവുക. ഞാൻ കാണുന്നു നിന്റെ മേലൊരു ഡോർ ഓപ്പൺ ആവുന്നതും, സ്വർഗത്തിൽ ചില ദൂതന്മാർ നിന്നോട് ചേർന്നിറങ്ങുന്നതും ഞാൻ കാണുന്നു. നിന്നോടൊരു ദൂതന്മാർ ചേർന്ന് നിൽക്കുന്നു ഞാൻ കാണുന്നു. ഇതാ ഇന്ന് മുതൽ നിന്റെ മുമ്പിൽ ചില ഡോറുകൾ ഹെവൻ ഓപ്പൺ ആവുക. നീ എന്ത് പറയുന്നു, നീ ഇന്ന് മുതൽ അത് ഓപ്പൺ ആവാൻ പോവാ. ഇന്ന് മുതൽ നിന്റെ മേൽ ഞാൻ എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. നീ ഒരു തണുത്ത ദേശത്താണ് നിൽക്കുന്നത്. നീ ഒരു മഞ്ഞ് പെയ്യുന്ന ദേശത്താണ് നിൽക്കുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് കാണുക. എന്നോട് പരിശുദ്ധാത്മാവ് ചില മഞ്ഞ് പെയ്യുന്ന ദേശത്താണ് നിൽക്കുന്നത്. നീ സകലതും പ്രതിസന്ധിക്കകത്താണ് നിൽക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നോട് പ്രവചിച്ച് പറയാൻ പറയുന്നു, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കാൻ സ്വർഗം ദൂതന്മാരെ കൽപ്പിച്ച് നിന്റെ ഭവനത്തിനകത്തോട്ട് അയക്കാൻ പോവുക. ചില ദൂതന്മാരെ കൽപ്പിച്ചയക്കാൻ പോവുക. നീ ഇതുവരെ ഭാരപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. നീ തലമുറയോർത്ത് ഭാരപ്പെടുന്ന ചില പ്രതിസന്ധികളുണ്ട്. നീ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. നിന്റെ ഭവനത്തിനകത്ത് ദൂതൻ ഇറങ്ങാൻ പോകുന്നു. ദൂതൻ ഇറങ്ങുന്നത് വെറുതെ ദൂതൻ ഇറങ്ങുന്നതല്ല, സ്വർഗം നിന്റെ മേൽ ഓപ്പൺ ആവുകയാ. ഹെവൻ നിന്റെ മേൽ ഓപ്പൺ ആവുക. ഇനി നീ ആ ദേശത്ത് നിന്നുകൊണ്ട് നീ നിന്റെ ഭവനത്തിനകത്ത് എന്ത് പ്രവചിച്ചാലും എന്ത് സംസാരിച്ചാലും അത് ഓപ്പൺ ആകാൻ പോകുന്ന വിധത്തിൽ നിന്റെ മേലൊരു ഹെവൻ ഓപ്പൺ ആവുക. ഇന്നലെ വരെ നിന്റെ ജീവിതം ഒരു കരകവിഞ്ഞൊഴുകുന്ന യോർദാന. എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. റൂബി സിസ്റ്ററെ, ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്നും കരകവിഞ്ഞ യോർദാൻ മാത്രമേ ഉള്ളൂ. കലങ്ങി മറിയുന്ന യോർദാൻ മാത്രമേ ഉള്ളൂ. കണ്ണുനീരിന്റെ ജീവിതം മാത്രമേ നിന്റെ ജീവിതത്തിനകത്തുള്ളൂ. ഒത്തിരി ദൈവത്തെ അറിഞ്ഞിട്ടും, ജീവനുള്ള ദൈവത്തെ ആരാധിച്ചിട്ടും നീ പലപ്പോഴും ചോദിക്കേണ്ടി വന്നു, എന്താ ദൈവമേ എന്റെ ജീവിതത്തിനകത്ത് ഒരു മാറ്റമില്ലാത്ത. എന്നാൽ ഇതാ പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് രാത്രി ഇടപെടുന്നു. നിന്റെ സ്തുതി മാറുന്ന പകരാത്രിയായെന്ന്. നിന്റെ സ്തുതി മാറുന്ന രാത്രിയാ.
ഏറ്റെടുക്കാൻ പറ്റുന്ന ദൂത് ഏറ്റെടുത്തോ കുഞ്ഞെ. ഇന്ന് നിന്റെ സ്തുതി മാറുന്ന രാത്രിയാ, നിന്റെ സ്തുതി മാറുന്ന രാത്രിയാ. നിന്റെ ശൂന്യതകൾക്ക് അവസാനം വരികയാ, നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വെളിപ്പെടുക. എന്നോട് സിസ്റ്റർ എങ്ങനെയുള്ള പരിശുദ്ധ പറയാൻ പറയുന്നു, മഴ പോലെ ഉതിർന്നു വീഴുന്ന ഒരു ഉത്തരത്തിന്റെ സീസണ് നിനക്ക് വെയിറ്റ് ചെയ്യുക, നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതാ ഇന്ന് അത് നിന്റെ മേലങ്ങ് ചൊരിയ, ഒന്നിനു പുറകെ ഒന്നായി നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായി. ഇന്ന് ഇന്ന് നിന്റെ ഒന്നിനു പുറകെ ഒന്നായി, ഒന്നിനു പുറകെ ഒന്നായി ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ഉത്തരങ്ങളുടെ ഒരു സീസൺ വെളിപ്പെടുകയാണെന്ന് ഇതാ എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു. അടുത്ത 60 ദിവസം നിന്റെ ജീവിതത്തിൽ ഒത്തിരി വാഗ്ദത്തത്തിന്റെ ഉത്തരങ്ങൾ വെളിപ്പെടാൻ പോവാം. ഏറ്റെടുത്തോ. ഇടക്കിടക്ക് നിന്റെ നെഞ്ചത്തൊക്കെ നിന്നോട് പരിശുദ്ധ പറയുന്നു, അതൊരു സൈനാ. ഇതാ ഇടക്കിടക്ക് നിന്നെ ഈ ശ്വാസം കുത്തി വരുന്നത് പോലെ ഒരു അസ്വസ്ഥത നിനക്കുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാ പറയുന്നു അത് ഹീലാവാൻ പോവാ. ഇന്ന് ഈ രാത്രി ഈ പ്രാർത്ഥനക്കകത്ത് ഇത് ഹീലാകാൻ പോവാ. ഇതൊരു സൈനാ. നിന്റെ ജീവിതത്തിൽ ചില ഡോറുകൾ സ്വർഗം തുറക്കുന്നതിന്റെ സൈനാണെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഷറ്റാല റബാല റഷാറ്റ റഖേബ റഷേക്കെ ചലേബ ഷബാബ റഖേബ റഷേക്കെ ചലബലബ റബലബ റബലെ റാഷക്കെ ചലബലബ റബലബ ഷക്കേ ചറക്കബല റഷക്കെ ചലബ റബലബ റബല ഷക്കേ ചറക്കൽബ. കഴിഞ്ഞ 7 ദിവസം മുമ്പ് നിന്റെ ജീവിതത്തിൽ ഉണ്ടായത് കണ്ണുനീരിന്റെ വലിയ അനുഭവങ്ങൾ എന്തെന്നറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. കഴിഞ്ഞ 7 ദിവസം മുമ്പ് നിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായത് വലിയ കണ്ണുനീരിന്റെ അനുഭവങ്ങളാ. എന്നാൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു അത് കണ്ണുനീരാണ് വീണതെങ്കിൽ ഇന്നതാ ഞാൻ അത് തുരുത്തിൽ ശേഖരിച്ചുകൊണ്ട് അതൊരു മഴ പോലെ ഉതിർന്നു വീഴുന്ന ഉത്തരങ്ങളായി മാറാൻ പോവാ. ഇന്നലെ വരെ ശാപം പറഞ്ഞു, നിന്നെ നോക്കി പല വ്യക്തികളും ശാപ പറഞ്ഞേ. ഇന്നലെ വരെ നിന്നെ കുറിച്ച് ശാപം പറഞ്ഞത്, ഇതാ നീ ഈ ഒരു മഹത്വത്തിലോട്ട് കയറാൻ പോവാ. ഇന്ന് രാത്രി നീ മഹത്വത്തിലോട്ട് കയറുമ്പോൾ ഇന്നലെ വരെ ശാപം പറഞ്ഞ മരണം പറഞ്ഞ വ്യക്തികൾ ഇതാ മഹത്വമായി അറിയപ്പെടാൻ പോവാ. നീ ആ ദേശത്തിന്റെ സാക്ഷ്യമായി അറിയപ്പെടാൻ പോവാ. യോർദാന് മുകളിൽ സ്വർഗം തുറന്നപ്പോ പിന്നീട് പ്രധാന ശുശ്രൂഷകളെല്ലാം തുടങ്ങുന്നത് യോർദാനിൽ നിന്നാ. ഇന്നലെ വരെ മരണത്തിന്റെ യോർദാൻ എന്നറിയപ്പെട്ട സ്ഥലം, ഇന്നലെ വരെ കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ, മരണ യോർദാൻ എന്ന് ലോകം വിധി എഴുതപ്പെട്ട സ്ഥലത്താ പിന്നീട് സകല ശുശ്രൂഷകളും തുടങ്ങുന്നത്. ഏലിയാവ് ശുശ്രൂഷ തുടങ്ങുന്നതും എലീശ ശുശ്രൂഷ തുടങ്ങുന്നതും യോർദാനിൽ നിന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ പ്രവാചകൻ, പഴയ നിയമത്തിലെ ഏറ്റവും വലിയ മോസ്റ്റ് പ്രൊഫറ്റ് എന്ന ഏലിയാവ് ശുശ്രൂഷ നിർത്തുന്നതും ഇരട്ടിപ്പങ്കിന്റെ അഭിഷേകത്തോടെ എലീശ ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്യുന്നതും യോർദാൻ കരയിലാണെങ്കിൽ, ഇതാ റൂബി സിസ്റ്ററെ, നിങ്ങളുടെ ഈ യോർദാൻ കര, നിന്റെ കണ്ണുനീരിന്റെ താഴ്വര, നിന്റെ വേദനയുടെ മുഖം ഇന്ന് തീർന്ന് ഇതാ ഇവിടുന്ന് പുതിയ ചില ശുശ്രൂഷകൾ, ഇരട്ടിപ്പങ്കിന്റെ ശുശ്രൂഷകൾ എന്നോട് ഇങ്ങനെ പറയുന്നു, തലമുറക്ക് കൈമാറപ്പെടുന്ന ചില ശുശ്രൂഷകൾ. റാല ശലാബല റബാലഷേ ചേലബ റേഖല റേഷക്കേ ഷാലബലബ റേബലബ ഷേക്കറ്റലബ റബലബ റബലബ ഷക്കറ്റേ റക്കബല ഷക്കേറ്റ റക്കബലേ. ഇന്നലെ വരെ മരണം പറഞ്ഞ സ്ഥലത്ത് ഇന്ന് ഇരട്ടിപ്പങ്കിന്റെ അഭിഷേകം കൈമാറുന്നുണ്ടെങ്കിൽ ഇന്ന് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവിനെ ശക്തമായിട്ട് ഇടപെടുന്നു. ഷൈനി ഷാജു സിസ്റ്റർ, പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഇന്നലെ വരെ മരണം പറഞ്ഞെങ്കിൽ, ഇന്നലെ വരെ ശാപം പറഞ്ഞെങ്കിൽ, ഇതാ ഇന്ന് നിന്റെ മേലൊരു വലിയ അനുഗ്രഹത്തിന്റെ ഡോറ് തുറക്കുക. ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തിന്റെ ഡോറ് തുറക്കുക. അനുഗ്രഹത്തിന്റെ സിനിമോൾ ഇത് ഏറ്റെടുത്ത സിസ്റ്റർ, സിസ്റ്റർ ഇത് ഏറ്റെടുത്തോ. ഇതാ നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന്റെ ഡോർ ഓപ്പൺ ആകുകയാ, ഒരു അനുഗ്രഹത്തിന്റെ ഡോർ ഓപ്പൺ ആകുകയാ. നിന്റെ നിന്ന മാറാൻ പോകുന്ന എന്നോട് പരിശുദ്ധാത്മാവോട് പ്രവാചകന്റെ നാവ് കൊണ്ട് പ്രവചിക്കുന്നു, ഇതാ നിന്റെ നിന്ന മാറാൻ പോകുന്നു. നിന്റെ കണ്ണുനീരിന്റെ അവസാനത്തെ രാത്രിയായി ഈ രാത്രി മാറാൻ പോകുന്നു. ഇത് വെറുതെ എൻകറേജ് ചെയ്യപ്പെടുന്ന വാക്കുകളല്ല, ഇത് സ്വർഗം പറയപ്പെടുന്ന ശബ്ദമാണെങ്കിൽ ഇതാ സിനിമോൾ സിസ്റ്ററെ, നിന്റെ നിന്ന മാറാൻ പോകുന്നു. ഇന്നലെ വരെ മരണവും നാശവും പറഞ്ഞവന്റെ പേരിൽ അറിയപ്പെട്ടത് ഇതാ ഇന്ന് മഹത്വത്തിന്റെ നിറവിന്റെ സ്ഥലമായി അറിയപ്പെടുമെങ്കിൽ, ഇന്ന് ഇതാ ഞാൻ പരിശുദ്ധാത്മാൽ പ്രവചിക്കുന്നു. ഇന്നലെ വരെ നിന്നോട് ശാപം പറഞ്ഞത്, ഇന്നലെ വരെ നിന്നെ കുറ്റം വിധിച്ചതിന് മുമ്പിൽ ദൈവം നിന്റെ മഹത്വത്തിന്റെ ജീവന്റെ പ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇതാ ഈ യോർദാനകത്താ യേശു സ്നാനപ്പെട്ട് കയറുന്നത്. ഇതാ യേശു സ്നാനപ്പെട്ട് കയറുന്നു ഇതേ യോർദാനകത്താ. കുഞ്ഞെ വർഷങ്ങളുടെ ശാപം പറഞ്ഞ സ്ഥലത്ത് ഇതാ പുതിയ ചരിത്രം തുടങ്ങുക. ഇന്നലെ വരെ ശാപം പറഞ്ഞ ചില ഭവനങ്ങളുടെ മേൽ, ഇന്നലെ വരെ ശാപമുഖം പറഞ്ഞ ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. കുഞ്ഞെ ഇനി നീ മരണ യോർദാനെ കാണാനല്ല, ഇനി മരണത്തിനകത്തല്ല, ഇതിനോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ചില വ്യക്തികളോട് ശക്തമായിട്ട് ഇടപെടുന്നു. സൂസൻ ബിജു KSA എന്ന ഐഡിയോടെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ചില ദിവസങ്ങൾ, ചില രാത്രികൾ നീ മരണം കൊതിച്ച രാത്രികളുണ്ട്. പല രാത്രികളും നീ ഒറ്റപ്പെട്ടു പോയ ചില രാത്രികളുണ്ട്. പലപ്പോഴും എന്റെ ജീവിതം ശാപജീവിതമാണോ എന്ന് ചോദിച്ച ചില ചോദ്യങ്ങളുടെ രാത്രികളുണ്ട്. പല രാത്രികളും നിനക്ക് ഉറങ്ങാൻ പറ്റാത്ത വിധം പ്രയാസപ്പെട്ട ചില സമയങ്ങളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഇല്ല കുഞ്ഞെ, നിന്റെ ജീവിതത്തിന് മരണം മാറാൻ പോവുക. ഇത് യോർദാൻ അനുഗ്രഹമായി മാറിയതുപോലെ നിന്റെ കണ്ണുനീർ അനുഗ്രഹത്തിന്റെ കണ്ണുനീരാൻ പോവുക. ടിജ സിസ്റ്ററോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. കുഞ്ഞെ, നിന്റെ കണ്ണുനീരിന് അവസാനം വരാൻ പോവുക. 2025 പോലെ ആവത്തില്ല. എന്നോട് ഒന്നുകൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു, 2025 പലപ്പോഴും നീ പറഞ്ഞു ദൈവമേ എന്നെ വിട്ടകലരുതേ എന്ന് കരഞ്ഞ രാത്രികളാ. പലപ്പോഴും നീ കണ്ണുനീരോടെ മാറുന്ന രാത്രികളാ. പലപ്പോഴും നീ കണ്ണുനീർ മുഖത്തിനകത്ത് വീണുപോയ ചില രാത്രികളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു 2026 എന്ന് പറഞ്ഞ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിച്ച്, 2026 എന്ന് പറഞ്ഞ കണ്ണുനീരിന്റെ രാത്രികളല്ല, ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി വ്യാപരിച്ച് നിന്റെ മുമ്പിൽ അടയപ്പെട്ട വാതിലുകളെ, ഡോറുകളെ ദൂതന്മാർ തുറന്ന് നീ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വർഷം മാറുമെന്ന്. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു. പഴയ നിയമത്തിനകത്ത് ഏറ്റവും വലിയ രോഗം എന്ന് പറയുന്നത്, ശാപത്തിന്റെ നിയമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശാപത്തിന്റെ രോഗം എന്ന് പറയുന്നത് കുഷ്ഠമാണ്. പക്ഷേ എലീശ പറയുന്നുണ്ട്, നീ കുഷ്ഠമാണെങ്കിൽ നീ എവിടെ ചെല്ലണം? നീ യോർദാനിൽ പോയി കുഞ്ഞെ, നിന്നോട് ശാപം പറഞ്ഞതുപോലും നിനക്ക് അനുഗ്രഹമാകാൻ പോവാം. നിന്റെ ശാപം പറഞ്ഞതുപോലും, ചില വ്യക്തികളോട് ശാപം പറഞ്ഞ മുഖങ്ങളെ ഇന്നതാ ഇവിടെ തീരുക. ഏറ്റെടുക്കാൻ പറ്റുന്ന പ്രവാചക ശബ്ദത്തിനകത്ത് നിങ്ങൾ വിശ്വസ്തയോടെ ഏറ്റെടുക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ വിടുതലിന്റെ ദിവസമാ. ഇന്ന് രാത്രി നിനക്ക് ഒരു പുതിയ ഓപ്പണിംഗ് സംഭവിക്കുക. നിന്റെ കണ്ണുനീരിന് അവസാനത്തെ രാത്രിയായി. മരണത്തിന്റെ യോർദാൻ ഇതാ മഹത്വത്തിന്റെ യോർദാനായതുപോലെ ഏതൊക്കെയോ വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. സീത എന്ന ഐഡിയോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. സീത എന്ന വ്യക്തിയോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. കുഞ്ഞെ, നീ ഒരു മഹത്വത്തിന്റെ ജീവനിലോട്ട് കയറാൻ പോവാ. നീ ഒത്തിരി ഞെരുങ്ങിയ ജീവിച്ചേ, നീ ഒത്തിരി പ്രയാസപ്പെട്ട മുന്നോട്ട് പോകുന്നേ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരുപാട് കൈനീട്ടലുകൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് മധ്യത്തിലുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടുക. ഇതാ നിന്റെ ശാപത്തിന്റെ നുഖങ്ങൾ മാറാൻ പോവുക. നിന്നോട് വിരൽ ചൂണ്ടിയ വ്യക്തികൾ നീ മാറാൻ പോവാ. ഇന്നതാ നിന്റെ മേലൊരു മഹത്വം ചലിക്കപ്പെടും. നിന്റെ ഭവനത്തിനകത്ത് ഒരു മഹത്വം ഇറങ്ങുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഏറ്റെടുക്കാൻ പറ്റുന്നവർ ഏറ്റെടുത്തോ. പെട്ടകം കൊണ്ട് പുരോഹിതന്മാർ ഇറങ്ങുമ്പോ അവിടെ ചരിത്രം മാറുകയാ. കാൽ വെച്ചവനൊന്നും മരണത്തിനോടല്ലാതെ മടങ്ങി വന്നിട്ടില്ല, കരകവിഞ്ഞൊഴുകലല്ലാതെ കണ്ടിട്ടില്ല, ഭയമല്ലാതെ അതിനകത്ത് ഒന്നുമില്ല. പക്ഷേ പുരോഹിതന്മാർ പെട്ടകം ചുമന്ന് ആ പദ്ധതിയിലോട്ട് കാല് ചവിട്ടുമ്പോൾ, ആ യോർദാനിലോട്ട് കാല് ചവിട്ടുമ്പോൾ, ആ കാല് ചവിട്ടൽ ഒരു പുതിയ ചരിത്രത്തിന്റെ തുടക്കമാണെങ്കിൽ ഇന്ന് ഇതിനകത്ത് പ്രവചിച്ചു പറയുന്നു, കുഞ്ഞെ, ഈ മീറ്റിംഗ് നിന്റെ ജീവിതത്തിനകത്ത് ഒരു ചരിത്രമാകാൻ പോവുക. ജ്യോതി റോബിയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ശുശ്രൂഷ നിന്റെ ജീവിതത്തിനകത്ത് ഒരു പുതിയ തുടക്കം, അനുഗ്രഹത്തിന്റെ തുടക്കം തുടങ്ങാൻ പോവാ. നിങ്ങൾ നോക്കണേ, സക്രിയാവുന്നൊരു മനുഷ്യന്റെ വലിയ ദൂത് കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ പോലെ വായടഞ്ഞു പോകും. നമുക്കറിയാം കുഞ്ഞെ, അടഞ്ഞു നിൽക്കുന്ന അതേ സ്ഥലത്ത് നിന്നാണ് മകൻ എന്ത് ചെയ്യുന്നത്? മകൻ നൂറ്റാണ്ടുകൾക്ക് ശേഷം പുതിയ ഒരു ശബ്ദമായി, ഒരു ഇരുട്ടിന്റെ ജീവനെ മാറ്റി, അല്ലെങ്കിൽ ഇരുട്ടിനെ മാറ്റി ഒരു പുതിയ വെളിച്ചവുമായി അപ്പന്റെ അടഞ്ഞ സ്ഥലത്ത് നിന്ന് മകൻ തുറന്നു തുടങ്ങുകയാണ്. ഇതിലാരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു,
കുഞ്ഞെ, ആരോടൊക്കെയോ മുന്നിൽ നീ വാടഞ്ഞു പോയി, ആരോടൊക്കെയോ നീ മറുപടി ഇല്ലാതെ പോയി, ആരോടൊക്കെയോ നിന്റെ ആരാധനയുടെ ശബ്ദം വെളിപ്പെടുത്താൻ പറ്റാതെ പോയി. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടുകയാ. നീ വാ അടച്ച സ്ഥലത്ത് നിന്റെ തലമുറ വാ തുറന്ന് ഇതേ ദൈവത്തെ ആരാധിക്കാൻ പോവാ. നിന്റെ തലമുറ ദൈവത്തെ ആരാധിക്കാൻ പോവുക. നിന്റെ തലമുറ ഈ ശുശ്രൂഷ ഏറ്റെടുക്കാൻ പോവുക. അപ്പനിൽ നഷ്ടപ്പെട്ടത് മകൻ തൊടാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. വിശ്വസിക്കുന്നവരാമേൻ പറഞ്ഞാട്ടെ. ഇനി മരണയോർധാനുകളല്ല. എന്താ, നിന്റെ ജീവിതത്തിനകത്ത് ഒരു അനുഗ്രഹത്തിന്റെ യോർദാൻ വെളിപ്പെടുകയാ. ഇന്നലെ വരെ ശാപം പറഞ്ഞ സ്ഥലം മുഖം മാറാൻ പോകുക. ഇന്നലെ വരെ പാപം പറഞ്ഞ സ്ഥലം മാറാൻ പോകുക. ഇന്നലെ വരെ മരണം പറഞ്ഞ് മാറാൻ പോകുക. ഇതാ ഇന്നൊരു പുതിയ ചരിത്രം തുടങ്ങുക. ഇതാ ഈ സാന്നിധ്യം വഹിച്ച് ഒരു കൂട്ടം ദൈവദാസന്മാർ, അല്ലെ എങ്ങനെ പറയാം, ഒരു കൂട്ടം പാസ്റ്റർമാർ എന്ത് ചെയ്യാൻ പറയോ, ആ യോർദാനകത്ത് കാലുകുത്തുന്നതും ആ യോർദാൻ രണ്ടായി പിളരുക. ആ യോർദാൻ രണ്ടായി പിളർന്നൊരു പുതിയ വഴി തുറക്കപ്പെടുന്നുണ്ടെങ്കിൽ അതേ വഴി കാണുന്ന യോർദാനകത്ത് ഒരു വലിയ വഴി തുറക്കപ്പെടുമ്പോ കാണാത്ത സ്വർഗത്തിനകത്ത് ഒരു വാതിൽ തുറക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു, ദാ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. ദാ നിങ്ങളെ ജീവിതത്തിനകത്ത് 2025 തുറക്കാത്ത ചില വാതിലുകൾ, 2025 നീ മുട്ടിയിട്ടും തുറക്കാത്തത്, നീ പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും തുറക്കാത്തത്, നീ തള്ളിയിട്ടും തുറക്കാത്തത്, നിന്റെ സകല ശക്തി ഉപയോഗിച്ചിട്ടും നിന്റെ മുമ്പിൽ അടഞ്ഞു നിന്ന ചില വാതിലുകൾ ഇതാ 2026 ജനുവരി മാസത്തിൽ പ്രവചിച്ചു പറയുന്നു, ഈ വർഷം നിന്റെ ജീവിതത്തിൽ വാതിലുകൾ തുറയപ്പെടുന്ന വർഷമായിരിക്കും. ഈ മാത്യു എന്നുള്ള വ്യക്തിയോട് പരിശുദ്ധാത്മ ശക്തമായിട്ട് ഇടപെടുന്നു. 2025 നിന്റെ ജീവിതത്തിൽ ഒത്തിരി വാതിലുകൾ അടഞ്ഞു പോയതാ. നീ ഒത്തിരി ഉപവസിച്ചിട്ടുണ്ട്, നീ ഒത്തിരി പേരോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാ പരിശുദ്ധാത്മ പറയുന്നു, നീ നിന്റെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും അപ്പുറം ഇതാ നിന്റെ കയ്യിൽ ഇന്ന് ചില താക്കോലുകൾ കൈമാറുക. 2025 നീ പലപ്പോഴും പട്ടുപോയി എന്ന് പോലും തോന്നിയ ചില സീസണുകളാ. 2025 എന്ന് പറയുന്നത് നിന്റെ ജീവിതം പട്ടുപോയ സീസണുണ്ട്. നീ പലപ്പോഴും പ്രതീക്ഷിച്ചു, ഇതാ ഈ രാത്രി ഞാൻ തീരുമെന്ന്. ഇതാ നീ പലപ്പോഴും ചിന്തിച്ചു, ഈ രാത്രിയോടെ എന്റെ ഈ ജീവിതത്തിന്റെ അവസാനമാണെന്ന്. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പ്രവചിച്ചു പറയുന്നു, കുഞ്ഞെ, 2025 നീ പട്ടുപോവാതെ നിന്നെ 2026 ദൈവം നിന്നെ കടത്തിയിട്ടുണ്ടെങ്കിൽ ഇതാ ഒരു മഹത്വം വെളിപ്പെടുത്താനാ. ദൈവിക ജീവന്റെ മഹത്വം, ദൈവിക പ്രവൃത്തിയുടെ മഹത്വം, ദൈവിക പദ്ധതിയുടെ മഹത്വം വെളിപ്പെടുത്താൻ ദൈവം 2026 ഈ ജനുവരി മാസത്തിലേക്ക് നിന്നെ കാൽവെപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ കാൽവെപ്പ് സ്വർഗം തുറക്കപ്പെടുന്ന കാൽവെപ്പാ. സ്വർഗം നിന്റെ മേൽ തുറക്കപ്പെടുന്നതും അശരീരി ഉണ്ടാവുന്നതും ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം വെളിപ്പെട്ടതുപോലെ ഇതാ നീ ഒരു പ്രിയപുത്രനാണെന്നും നിന്റെ മേലൊരു പ്രസാദ വർഷം വെളിപ്പെടുന്നെന്നും എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. 2026 ഫെബ്രുവരി മാസം 14 കഴിയുമ്പോ നിന്റെ അവസ്ഥ മാറാൻ പോവാ. നീ ഒത്തിരി പ്രതിസന്ധിക്കകത്ത ഇതിനകത്ത് ഇരിക്കുന്നത്. ഇന്നും ഈ മീറ്റിംഗിനകത്ത് കയറുമ്പോ നീ ആഗ്രഹിക്കുന്നത് എന്നോട് ദൈവ ശബ്ദം ഉണ്ടാവണേ എന്ന് പറഞ്ഞിട്ടാണ് കയറുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിന്നെ കുറിച്ച് എന്നോട് സംസാരിക്കുന്നു, നിനക്ക് വേണ്ടി ചില വാതിലുകളെ, നിനക്ക് വേണ്ടി ചില വഴികളെ, നിനക്ക് വേണ്ടി ചില വ്യക്തികളെ, നിനക്ക് വേണ്ടി ചില ദൂതന്മാരെ, നിനക്ക് വേണ്ടി ചില പ്രവാചകന്മാരെ ദൈവം ഒഴുക്കി ചില താക്കോലുകൾ ഇന്ന് രാത്രി നിന്റെ കയ്യിൽ കൈമാറുകയാ. ഇതാ നിന്റെ ജീവിതത്തിനകത്ത് വണ്ടർ എന്നുള്ള വേർഡ് വെളിപ്പെടുകയാ. നിന്റെ പേരിന്റെ കൂടെ വണ്ടർ എന്ന് എഴുതാൻ പോവുക. ഇന്നലെ വരെ നീ എഴുതിയത് വണ്ടർ എന്നല്ല, ഇന്നലെ വരെ നീ എഴുതിയത് പരാജിതൻ എന്നാ, ഇന്നലെ വരെ നീ മരണം കൊതിച്ചാ നിന്നേ. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാ പറയുന്നു, ജീവനെ തന്ന് ഞാൻ നിന്നെ മാറ്റി. ശക്തമായിട്ട് ഇടപെടുന്നു. ചില ദൂതന്മാർ ഇറങ്ങുന്ന എനിക്ക് കാണാം, ചില ദൂതന്മാർ ഇടപെടുന്ന എനിക്ക് കാണാം. നിന്റെ ജീവിതത്തിലെ ആളുകളുടെ ജീവിതത്തിൽ നീ വഴി തുറന്നു കൊടുത്തതും ആ വഴികളെല്ലാം നിനക്ക് അടച്ച മേഖല ഞാൻ കാണുന്നു. പല വ്യക്തികളും സൗഹൃദങ്ങളും നിന്നെ വേദനപ്പെടുത്തിയിട്ടുണ്ട്, പല സൗഹൃദങ്ങളും നിന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, ചില സൗഹൃദങ്ങൾ നിന്നെ മരണത്തിലോട്ട് തള്ളിവിട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാ പറയുന്നു, ഇതാ ദൂതന്മാരുടെ സൗഹൃദം കൊണ്ട് ഇതാ ഞാൻ നിന്നെ അവനെ കരം പിടിച്ചുയർത്താൻ പോവാം. 4 വർഷത്തെ ഇരുണ്ട കാലഘട്ടം തീരാച്ചാ.
എന്നോട് അങ്ങനെ തന്നെ പറയുന്നു. 4 വർഷത്തെ ഇരുണ്ട കാലഘട്ടം ഇന്ന് രാത്രി തീരുകയാ. ഇതാ ഒരു വെളിച്ചം നിന്റെ ജീവിതത്തിലോട്ട് പ്രകാശമായി മാറാൻ പോവുക. ഒരു നക്ഷത്രം ഉദിച്ച് ഇരുട്ടിനകത്ത് നക്ഷത്രം ഉദിച്ചതുപോലെ ഇതാ നിന്റെ ലൈഫിനകത്തോട്ട് ഒരു പുതിയ പ്രകാശം പരിശുദ്ധാത്മാവ് തള്ളിത്തരിക. കുഞ്ഞേ, ഇപ്പോഴും നിനക്കറിയാം ദൈവം അല്ലാതെ മറ്റൊരു ആശ്രയമില്ലെന്ന്. എല്ലാ ആശ്രയം വിട്ടാ നിൽക്കുന്നത്. എന്നാൽ ഇതാ ഇപ്പോ ഞാൻ ഇവിടെ നിൽക്കുമ്പോ തന്നെ, ഞാൻ ഇതാ ഈ ഹോളിനകത്ത് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ ഒരു തണുത്ത മഞ്ഞ് പെയ്യുന്നത് പോലെ നിന്റെ ശരീരത്തിലോട്ട് മഞ്ഞ് പെയ്തിറങ്ങാൻ പോവുക. ഒരു പരിശുദ്ധാത്മാവിന്റെ മഞ്ഞ് പെയ്തിറങ്ങാൻ പോവുക. നിന്റെ ജീവിതത്തിൽ ഒരു തണുത്ത അന്തരീക്ഷം ദൈവം തരാൻ പോവുക. കാരണം ഇരുട്ട് നീങ്ങുക ഇന്ന് രാത്രി. Oh, rabala shekete la bala barabala bashekete la bala bashekete la bashekete ala bala barabale. കുഞ്ഞെ, മഹത്വം വെളിപ്പെടുക, മഹത്വം വെളിപ്പെടുക, മഹത്വം വെളിപ്പെടുക. കൂടെ നിന്നവർ നിന്നെ തള്ളിക്കളഞ്ഞു, കൂട്ടിനുള്ളവർ നിന്നെ ഒറ്റപ്പെടുത്തി, നിന്റെ ആരാധനയെ ചോദ്യം ചെയ്തത്. അല്ലെന്നേ, ആരാധന ചോദ്യം ചെയ്തതിന് ദൈവം വെറുതെ വിടുന്നില്ല. നിന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ. എന്നോട് ഈ ദൂത് പറയുമ്പോ പരിശുദ്ധാത്മ പറയാൻ പറയുന്നു, യാക്കോബേ, നിന്റെ കാലിലുള്ള ചില വൈകൃതങ്ങളാ നീ ദൈവത്തോട് പറ്റിയിരുന്നെങ്കിൽ, നിന്റെ ഒറ്റപ്പെടല നീ ദൈവത്തോട് പറ്റിയിരിക്കുന്നെങ്കിൽ, ഇതാ നിന്നെ വ്യക്തി മാറ്റി രാജ്യമാക്കാൻ ആക്കുന്നത്. യാക്കോബേ, നീ എന്ന വ്യക്തിയെ ഞാൻ മാറ്റാൻ പോവുക. ഇസ്രായേൽ എന്നൊരു രാജ്യമായി നീ മാറാൻ പോവുക. അച്ഛാ, സമ്പന്നത കൊണ്ട് നിറഞ്ഞൊരു ജീവിതത്തിലോട്ട് കയറിക്കോ. സമ്പന്നത കൊണ്ട് നിറഞ്ഞൊരു ജീവിതം ദൈവം നീക്ക് അനുഗ്രഹമാക്കി മാറ്റാൻ പോവുക. സമ്പന്നത കൊണ്ട് നിറഞ്ഞ ജീവിതം. എന്നോട് അങ്ങനെ തന്നെ വീണ്ടും പ്രവചിക്കാൻ പറയുന്നു. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുക. അച്ഛാ, ഇതാ സമ്പന്നത കൊണ്ട് നിറഞ്ഞൊരു ലൈഫിനെ ദൈവം നീക്ക് തരാൻ പോവാം. ഒരുപാട് വ്യക്തികൾ ഒറ്റപ്പെടുത്തി. ഇനി പ്രതീക്ഷിക്കാൻ ഒരു വ്യക്തിയുടെ ജീവിതം നിങ്ങൾക്കില്ല. വ്യക്തിബന്ധങ്ങളെല്ലാം നിങ്ങൾക്ക് നിരാശകളും നൈരാശിക ജീവിതവും തന്നത്. കണ്ണുനീറിന്റെ താഴ്വരകളാ തന്നത്. യോർദാന്റെ കരയാ നിനക്ക് ഏൽപ്പിച്ചത്. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയാ, ഈ യോർദാനകത്ത് നീ പെട്ടകത്തിനെ പിടിച്ചോ. ഈ പെട്ടകം ചുമന്നൊന്നും അർഹതയില്ലാതെ പോയിട്ടില്ല, മാനിക്കപ്പെടാതെ പോയിട്ടില്ല. ഇന്ന് രാത്രി നീ പെട്ടകം പിടിച്ചോ. അച്ഛാ, ഇന്ന് രാത്രി ഈ ആരാധന കഴിഞ്ഞതിന് ശേഷം റോമർ 8:2 കൺഫസ് ചെയ്തോണം. ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തെ മരണത്തിന്റെയും പാപത്തിന്റെയും വഴിയിൽ നിന്ന് ഒരു ക്രിസ്തുവേശു ഒരു സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള വചനം വെച്ച് നീ ഇന്ന് കൺഫസ് ചെയ്തോ. നിനക്കൊരു സ്വാതന്ത്ര്യത്തിന്റെ ലൈഫ് തരാൻ പോവാ. കാരണം ഡോറുകൾ ഓപ്പൺ ആകുമോ നിന്റെ മുമ്പിൽ. എനിക്കത് വ്യക്തിപരമായി ആരും അറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവിന് എല്ലാ വ്യക്തികളെയും അറിയും. അതുകൊണ്ട് വ്യക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുക. ആരുടെയൊക്കെയോ ലൈഫിനകത്ത് ചില ഓപ്പൺ ഡോഴ്സ്, പുതിയ ചില വഴികൾ, അടഞ്ഞ വാതിലുകളല്ല. ഇനി ഇതിനു മുമ്പിൽ അടഞ്ഞ വാതിലുകൾ ഉണ്ടാവത്തില്ല. ഇതാ നിനക്ക് വേണ്ടി ചില പുതിയ വാതിലുകളെ, നിനക്ക് വേണ്ടി ചില പുതിയ താക്കോലുകളെ, നിനക്ക് വേണ്ടി ചില ദൂതന്മാരെ ഇതാ നിനക്ക് വേണ്ടി ഇതിനകത്ത് ഇറങ്ങാൻ പോവാം. നമുക്കറിയാം, പുതിയ നിയമം തുടങ്ങുമ്പോ യേശു യോഹന്നാന്റെ കരത്താൽ യോർദാൻ നദിക്കരയിൽ സ്നാനമേൽക്കുന്നു. പുതിയ നിയമത്തിന്റെ തുടക്കം അവിടെയാ. അപ്പോ സ്വർഗത്തിൽ നിന്നൊരു ഓപ്പൺ ഹെവൻ വെളിപ്പെട്ടിട്ട് പറയാ, ഇതാ സ്വർഗം തുറക്കുന്നു, ഒരു പുതിയ അശരീരി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ മഹത്വം ചുമക്കുന്ന നീ ഇനി എവിടെ കാല് ചവിട്ടുന്നോ അവിടെ നിനക്കൊരു ഓപ്പണിംഗ് ഉണ്ട്. ഇനി നീ വഴി തുറക്കാൻ പ്രാർത്ഥിക്കുന്നവനല്ല, നീ നിൽക്കുന്നിടത്താ സ്വർഗം തുറക്കുന്നേ. മഹത്വം ഏറ്റെടുക്കാൻ തയ്യാറാണ്, മഹത്വം ഏറ്റെടുത്തോ. അതുകൊണ്ടാണല്ലോ കൊളോസ്യർ 1:27 പറയുന്നു, ജാതികൾക്കിടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം ഇന്നെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്ന് തന്നെ. ജാതികൾക്കിടയിൽ, ഇന്നലെ വരെ ജാതികൾ നിന്നോട് ചോദ്യം ചോദിച്ച സീസൺ ആയിരുന്നെങ്കിൽ ഇതാ ജാതികൾക്കിടയിൽ ഒരു മഹത്വം നിന്നിലൂടെ വെളിപ്പെടുത്താൻ പോവുക. ജീവനുള്ള ദൈവം എന്നിൽ വസിച്ചതിന്റെ ഉത്തരം ഇതാ വെളിപ്പെടുന്നു. നിന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ മൗനമായിരുന്നത് എനിക്ക് ഉത്തരമില്ലാത്തത് കൊണ്ടല്ല, എന്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു അവസരം കൊടുത്തതാ. പറഞ്ഞ ദൈവവേദനെ ഇന്ന് നീ ഏറ്റെടുത്തോ. ഹല്ലേലൂയ. പല പ്രശ്നങ്ങളും വന്നപ്പോഴേ ഉത്തരമില്ലാത്തോണ്ടല്ല ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴേ ഉത്തരമില്ലാത്തോണ്ടല്ല നാം ഒന്ന് മൗനമായി പോയത്. എന്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സീസണെ വിട്ടുകൊടുത്തതാണ്. അങ്ങനെ ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്.
അബ്രാമേ, ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. നിന്നോട് ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് നീ മൗനമായി അകത്തളത്തിൽ കരഞ്ഞത് എന്റെ ദൈവം ഓർക്കുക. ഇപ്പോ ഇന്ന് രാത്രി ദൈവം ഓർത്തുകൊണ്ട് പറയുന്നു, നിന്റെ കണ്ണുനീർ വേസ്റ്റ് ആവത്തില്ല, നിന്റെ കണ്ണുനീർ വേസ്റ്റ് ആവത്തില്ല. ഇതാ നിനക്ക് പകരം ഞാൻ ചില ദൂതന്മാരെ അയച്ച് ഉത്തരം വെളിപ്പെടുത്താൻ പോവുക. ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? കുഞ്ഞെ, നിന്റെ ശങ്കയാ അത്. നീ ചെല്ലുന്നതിന് മുമ്പേ നിനക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റാൻ മാത്രമല്ല, നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയാൻ ദൂതന്മാരെ പോലും ഏൽപ്പിച്ചിട്ടുണ്ട്. നീ ആരെ തെരഞ്ഞ ചെല്ലുന്നറിയോ? മരിച്ച യേശുവിനെ നോക്കിയിട്ടാ ചെല്ലുന്നേ? ഇല്ലെന്നേ, ദൂതൻ പറയും അവൻ ഇവിടെ ഇല്ല. ഏത്? മരിച്ച യേശു ഇവിടെ ഇല്ല. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശു ഇന്ന് ഇതിനകത്തുണ്ട്, ഈ പ്ലാറ്റ്ഫോമിനകത്തുണ്ട്. നീ ഇതിനകത്ത് ഓരോ വ്യക്തികളുടെയും അകത്ത് വസിക്കുന്നുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇതാ നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ജാതികൾക്കിടയിൽ ഒരു മർമ്മം വെളിപ്പെടുത്തുകയാ. നിനക്കൊന്നും വിളിച്ചിട്ടും നിനക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ചിലത് എന്റെ നാവിലൂടെ ദൈവം ചെയ്യാൻ പോകും. ആരോടൊക്കെ പരിശുദ്ധാത്മാ പറയുന്നു, മഹത്വം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, നീ മഹത്വം ചുമക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ നാവ് മഹത്വത്തിന്റെ നാവാൻ പോവുക. നിന്റെ കരം മഹത്വത്തിന്റെ നാവായി കൈയായി മാറാൻ പോവുക. നിന്റെ കാൽവെപ്പ് ചില മഹത്വത്തിന്റെ കാൽവെപ്പായി മാറാൻ പോവുക. നീ ഇരിക്കുന്ന സ്ഥലം മഹത്വത്തിന്റെ സാന്നിധ്യം വെളിപ്പെടാൻ പോവാ. ലാസറേ, നിന്നെ കുറിച്ച് എന്താ പറഞ്ഞേ? ചീഞ്ഞു നാറി നാറ്റം ഭവിച്ചെന്നോ? അത് ലോകം പറഞ്ഞ ശബ്ദമാ, അത് കൂടപ്പറപ്പ് പറഞ്ഞ ശബ്ദമാ. ഇല്ലെന്നേ, ഇതാ നിന്നെ എന്നോടുകൂടെ പന്തിക്കിരുത്താൻ പോവുക. ഇതാ സുഗന്ധത്തോടെ നിന്നെ എന്നെ പന്തിക്കിരുത്താൻ പോവുക. ഇന്നലെ വരെ നാറ്റം പറഞ്ഞ നിന്നെ ഞാനൊരു പന്തിക്കിരുത്തുമ്പോ നിന്റെ നാറ്റം മാറും. മഹത്വം ചുമക്കാൻ പറ്റുന്ന മഹത്വം ചുമക്കാൻ ഏറ്റെടുത്തോ. നമ്മൾ പലപ്പോഴും എന്താ പറയുക, പ്രശ്നം എന്താ പറയുക, നമുക്ക് ഈ ജീവൻ ആവശ്യമില്ല, നമുക്ക് ചില വാതിലുകളെ ആവശ്യമുള്ളൂ. നമുക്ക് ജീവൻ അത്ര തന്നെ ഇഷ്ടമൊന്നുമല്ല. എന്താണ് ആവശ്യം? നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനത്തിന്റെ പേരെന്താ അറിയോ? പ്രവചന ശബ്ദങ്ങളും ഡോർ ഓപ്പൺസിങ് മാത്രമാണ്. ബിനസവും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടെങ്കിലും കഴിഞ്ഞ 4 മാസമായിട്ട് ഞാൻ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം പെട്ടെന്നൊരു ഞായറാഴ്ച എനിക്ക് പെട്ടെന്ന് ആരാധനയ്ക്ക് ശേഷം ചർച്ചിൽ നിന്ന് ആരാധന കഴിഞ്ഞ് വീട്ടിലെത്തിയ ഭയങ്കര ഛർദി, ഭയങ്കര പ്രശ്നം. അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് പറഞ്ഞത് ക്രിയാറ്റിന്റെ അളവ് 8.6. ഡോക്ടർ പറഞ്ഞു കിഡ്നി മാറ്റി വെക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുണ്ട്. അപ്പൊ തന്നെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 1 മിനിറ്റ്, നാളെ വരാം, എന്തായാലും ഇന്ന് രാത്രി പോട്ടെ. വീട്ടിൽ പോയി പിറ്റേ ദിവസം 3-ാമത്തെ ദിവസം വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ വീണ്ടും ക്രിയാറ്റിന്റെ അളവ് കൂടി 9.6. കൂടി 3 മാസം കൊണ്ട് കൂടി ഈ സാധനം 15.5 വരെ എത്തി. ഒരു മരുന്നും കഴിച്ചില്ല. അവസാനം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം എടുക്കാൻ സമയത്ത് കൊണ്ടുപോക്കണം. കിഡ്നി മാറ്റി വെക്കാൻ ഞാനില്ല, ഡയാലിസിസ് ചെയ്ത് വേദനിക്കാനും ഞാനില്ല. ഒന്നുറപ്പാ, നിന്റെ മഹത്വം എന്നിലുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ മഹത്വത്തിന്റെ പദ്ധതി എന്റെ നിത്യതയാണെങ്കിൽ അത് ചെയ്തോണം, അല്ല ജീവനാണെങ്കിൽ അത് ചെയ്തോണം. ഒരു ദിവസം എനിക്ക് ഭയങ്കര തലവേദന, ശരീരം മൊത്തം വേദന, ചലനമറ്റതുപോലെയായി. പല ദിവസങ്ങളും കാലിന്റെ ചലനം മറ്റു ഭയങ്കര പ്രതിസന്ധി. എല്ലാവരും പറഞ്ഞു, ഷമീറെ എന്ത് ചെയ്യണ്ട, അഹങ്കാരത്തിൽ നിൽക്കണ്ട, നീ ചെയ്തോ. എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞു, അഹങ്കാരം നിനക്ക് ചെയ്യുന്ന ഇതൊക്കെ പറഞ്ഞു. ഞാൻ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, അഹങ്കാരമൊക്കെ ശരിയാണ്, എനിക്ക് ചെറിയ അഹങ്കാരമുണ്ട്. കാരണം ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്നുള്ളൊരു അഹങ്കാരം മാത്രമേ എനിക്കുള്ളൂ. ഷമീർ എന്ന വ്യക്തിയുടെ അഹങ്കാരം എനിക്ക് ഇല്ല. അവസാനം എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞിട്ട്, എനിക്ക് തീരെ വയ്യ, എന്തോ എനിക്ക് സ്ട്രോക്ക് വരുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു, എന്റെ ഒരു ഭാഗം തളരുന്നു, ചലിക്കാൻ പറ്റാതെ, പെയിൻ ഭയങ്കരം. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി MRI സ്കാൻ എടുത്തു, എല്ലാം കഴിഞ്ഞു, ഒന്നിലും ഒരു കുഴപ്പമില്ല. അവസാനം പറഞ്ഞു, ഇനി അറ്റാക്കിന്റെ വല്ല ലക്ഷണം ഉണ്ടോ നോക്കാൻ എന്ത് ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന്. ലേറ്റസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് വേണമെന്നുണ്ട്. എന്ത് ചെയ്തു, അന്നൊക്കെ 2 മണിക്കൂറിന്റെ ബ്ലഡ് ടെസ്റ്റ് എടുത്തു. 2 മണിക്കൂറിന് റിസൾട്ട് വന്നു. അതിനകത്ത് ഒരു പുതിയ റിസൾട്ട് വന്നു. ഇതിന്റെ ക്രിയാറ്റിന്റെ അളവ് 0.7. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. തലേ ദിവസം 15.5 തലേ ദിവസം 15.5. ഇത് അറിഞ്ഞ മുതലേ ഭാര്യ ഭയങ്കര കരച്ചില്ല. പുള്ളിക്കാരത്തി പറയുന്നത് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഒരു കാര്യം ഉണ്ടാച്ചാ, ഞാൻ എന്റെ കിഡ്നി നിങ്ങൾക്ക് പറ്റത്തില്ല, ഞാൻ എന്റെ കിഡ്നി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കിഡ്നി എടുത്ത് നമുക്ക് മേടിക്കാം. പുള്ളിക്കാരത്തി ഭയങ്കര കരച്ചില്. എല്ലാം കഴിഞ്ഞു, തീർന്നെന്ന് ഡോക്ടർമാരും വിധി എഴുതി. എന്നോട് എന്റെ ഉറ്റ സുഹൃത്ത് ഡോക്ടർ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നീ അതൊക്കെ ഇപ്പൊ ചെയ്തോണമെന്ന്. പക്ഷെ പുതിയ റിസൾട്ട് പണിയുമ്പോ ഈ 0.7 എന്ന് പറയുന്നത് ന്യൂ ബോൺ ബേബിയുടെ, ഇന്നലെ ജനിച്ച ഒരു കൊച്ചിന്റെ ക്രിയാറ്റിന്റെ അളവാണ്. ഇന്ന് മഹത്വം ചുമക്കാൻ തയ്യാറാണെങ്കിൽ, നീ മഹത്വം ചുമക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് പുതിയ ചിലത് ചെയ്തുതരാൻ എന്റെ ദൈവം സ്വർഗം തുറന്നു നിൽക്കുക.
ഇനി അതിലേറെ ഭംഗിയുള്ള രസം എന്താ അറിയോ? ഈ 3 മാസവും ഞാൻ പോയി പ്രാർത്ഥിച്ചത്, ആദ്യമായിട്ടൊരു മരണം സംഭവിക്കുന്നു എറണാകുളത്ത്. 29 വയസ്സായ പെൺകൊച്ചി, ഒരു വർഷിപ്പ് ലീഡറാണ്. പുള്ളിക്കാരത്തി മരിച്ച്. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഈ കൊച്ചിന് ക്രിയാറ്റിൻ ആയിരുന്നു രോഗം. 3.8 വരെ എത്തിയിട്ടുള്ളൂ. അതിനുശേഷം ഒരു സഹോദരങ്ങൾ ഉള്ള വീട്ടിൽ പോയി, അവിടെ നോക്കുമ്പോഴും അവർക്ക് 3.5. അപ്പോഴും ഡോക്ടർമാർ പറഞ്ഞെന്താണ്, ഇപ്പൊ തന്നെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. ഈ 3 മാസവും പ്രാർത്ഥിക്കാൻ വന്നതും പ്രാർത്ഥിക്കാൻ പോയതും മൊത്തം വീടുകളും അല്ലെങ്കിൽ മൊത്തം വ്യക്തികളും ഫോൺ വന്ന മുഴുവൻ ക്രിയാറ്റിൻ. കുഞ്ഞ്, ഇതിനെ പരീക്ഷിക്കാനല്ല, നിന്റെ മേൽ മഹത്വമുണ്ടെന്ന്, നിന്റെ മേൽ ഒരു മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു വസിക്കുന്നുണ്ടെന്ന് ജാതികൾക്കിടയിൽ തെളിയിക്കാനാ. നവംബർ 12 ഈ റിസൾട്ട് വരുന്നത്. 0.6 എന്നുള്ള 0.7 എന്നുള്ള റിസൾട്ട് വരുന്നത്. നവംബർ 14 ബർത്ത്ഡേ ആണ്. ഇന്ന് കരുതി എല്ലാരെയും ഒന്ന് വിളിച്ചിട്ട് ബർത്ത്ഡേക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കാന്ന്. എന്റെ നാട്ടുകാരൊക്കെ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, എങ്ങനെ പാസ്റ്റർ ജീവിച്ചെന്ന്. നിനക്ക് ചോദിക്കാനുള്ള ചോദ്യം അതാണ്. പക്ഷെ എനിക്ക് പറയാനുള്ള ഉത്തരം ഞാൻ ജീവിച്ച കഥയല്ല, എന്നെ ജീവിപ്പിച്ച കഥയാണ്. നിനക്ക് ചോദിക്കാനുള്ള ചോദ്യം അത് തന്നെ, എനിക്കറിയാം. കാരണം എന്താ, നീ ജാതിയല്ലേ. നിനക്ക് ചോദിക്കാൻ ഒന്നേ ഉള്ളൂ, എന്താണ്, എങ്ങനെ പാസ്റ്റർ ജീവിച്ചെന്ന്. അല്ലെന്നേ, എനിക്ക് പറഞ്ഞു കൊടുക്കാൻ മറ്റൊരു കഥ എൻ്റെ കയ്യിലുണ്ട്. എന്നെ ജീവനോടെ നടത്തിയൊരു കഥയുണ്ട്. എന്നെ ജീവനെ കൊടുത്ത് എന്നെ വീണ്ടെടുത്തൊരു കഥയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ജീവനെ കൊടുത്ത് വീണ്ടെടുത്തവൻ നിന്നോട് പറയുന്നു, നിനക്ക് വേണ്ടി ഞാനൊരു സ്വർഗം തുറക്കപ്പെടുകയാണ്. എത്ര വലിയ ശാപമായാലും, എത്ര വലിയ പാപമായാലും, എത്ര വലിയ നുഖമായാലും, ഇന്ന് രാത്രി ഈ പ്രവചന ശബ്ദത്തെ ദൈവത്തിന്റെ ശബ്ദമായി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിന്റെ നുഖം തകരുകയാണ്. സകല മുള്ളും പറക്കാരെയും ഇന്ന് മാറുകയാ. സകല മുള്ളും പറക്കാരെയും ഇന്ന് കരിയുകയാ. നിന്റെ ജീവിതത്തിനകത്ത് ഒരു അനുഗ്രഹത്തിന്റെ സീസണെ ദൈവം തുറക്കുക. ഇത് വെറും വാക്കല്ല. ഏറ്റെടുക്കാൻ പറ്റുന്നവനെ ഏറ്റെടുത്തോ. ഡേവിഡ് ജോസഫ് പാസ്റ്റർ, ഇതാ നിങ്ങളെ ശുശ്രൂഷക്കകത്ത് ഒരു തിരിവ് സംഭവിക്കാൻ പോവുക. ഈ ശൂന്യത മരുഭൂമി മാറാൻ പോകുക. ഒരു പുതിയ സീസൺ നിങ്ങളുടെ മേൽ തുറക്കുകയാ. ഒരു പുതിയ സീസൺ തുറക്കുക. നിങ്ങളുടെ ലൈഫിനകത്ത്, ശുശ്രൂഷ മണ്ഡലത്തിനകത്ത് ഒരു പുതിയ നിറവ്. നീ ചെന്നാ മതി. നീ ചില ഭൂതങ്ങളെ അലറാൻ തുടങ്ങും. നീ കാലുകുത്തിയാ മതി. മഹത്വം വെളിപ്പെടുന്നതിന്റെ സൈൻ അവിടെ വെളിപ്പെടാൻ തുടങ്ങുക. ഇതാ നിന്റെ ശുശ്രൂഷ തീരാൻ പോകുന്നു. ഇതുവരെ ചെയ്ത ശുശ്രൂഷ തീരുകയാ. ഇതാ പുതിയൊരു ഇരട്ടിപ്പങ്ങിന്റെ അഭിഷേകമായി ഈ പുതപ്പ് കൈമാറുക ഇന്ന് രാത്രി. സമയം പറഞ്ഞു തുടങ്ങിയാട്ടെ. മഹത്വം വെളിപ്പെട്ട നിന്റെ പദ്ധതി ഇവിടെ മാറും. അത്ഭുതത്തിലോട്ട് നയിക്കും. In the name of Jesus. കേൾക്കാവോ? വോയിസ് ഓക്കെ ആണോ? ഓക്കെ. നെറ്റ് എന്തോ പ്രശ്നമായി.
കുഞ്ഞപ്പോ ഇന്നലെ വരെ യോർദാനകത്ത് നമുക്ക് പറയാനുള്ള ചരിത്രം മരണത്തെക്കുറിച്ചാണ്, ആർത്തിരമ്പലിനെ കുറിച്ചാ, കരകവിഞ്ഞൊഴുങ്ങുന്നതിനെ കുറിച്ചാ. പക്ഷെ പെട്ടകം ചുമന്ന് ഒരുവൻ അതിനകത്തോട്ട് ഇറങ്ങിയതോടെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന സിസ്റ്റം മാറുകയാ, ശാപം മാറുകയാ, മരണം മാറുകയാ, സകല മുഖങ്ങളും മാറി. പിന്നീട് കേൾക്കപ്പെടുന്ന ശബ്ദം എന്തെന്നറിയോ? ദാ സ്വർഗം തുറന്നെന്നാ. അങ്ങനെയെങ്കിൽ സ്വർഗം മരണയോർദാൻ തുറക്കണമെങ്കിൽ ആദ്യം നിന്നിൽ എന്തുണ്ടാവണം? ഒരു ജീവൻ ഉണ്ടാവണം. മഹത്വത്തിന്റെ ജീവൻ നിന്നിൽ വെളിപ്പെടണം. മഹത്വത്തിന്റെ ജീവൻ നിന്നിൽ വെളിപ്പെട്ടാൽ നീ കാണുന്ന യോർദാൻ തുറക്കുന്നുണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോണം, സ്വർഗം നിന്റെ മേൽ തുറന്നു കിടക്കുകയാ. സ്വർഗം തുറന്ന സ്ഥിതി വേറെ സിസ്റ്റർ. എനിക്ക് എന്താ പറയുക, എനിക്കത് വ്യക്തമായിട്ട് അറിയാം. ആരുടെയൊക്കെ ലൈഫിനകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവാം, വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവാം. നിന്റെ മുമ്പിൽ വെളിപ്പെടുന്നത് സാധാരണമല്ല, അസാധാരണമാണ്. നിന്റെ ഭവനത്തിൽ വെളിപ്പെടുന്നത് സാധാരണമല്ല, അസാധാരണ പ്രവൃത്തികളാണ്. നീ പ്രതീക്ഷിക്കുന്നത് ഇന്നൊരു 1000 രൂപയാണെങ്കിൽ നിനക്ക് വരുന്നത് 1000 അല്ല 10,000ങ്ങളാ. കാരണം എന്താണെന്നറിയോ? മഹത്വം വെളിപ്പെട്ട സിസ്റ്റം വേറെയാണ്. ബീന അബ്രഹാം സിസ്റ്റർ ഈ ദിവസങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചിരിക്കുക, ഉപവാസത്തോടും പ്രാർത്ഥനയോടുമായിരിക്കുക. ഒരു പുതപ്പ് കൈമാറാനുണ്ട്. ദൈവം ഒരു പുതപ്പ് കൈമാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. വലിയ ശുശ്രൂഷയ്ക്കുള്ള വിളിയാ. പക്ഷെ പലപ്പോഴും ശുശ്രൂഷ മുഖത്ത് തിളങ്ങാൻ പറ്റിയിട്ടില്ല, പലപ്പോഴും ശുശ്രൂഷയിലോട്ട് കാൽ വെക്കാൻ പറ്റിയിട്ടില്ല. വചനം വായിച്ചും പ്രാർത്ഥിച്ചൊക്കെ അങ്ങ് തീർന്നിട്ടേ ഉള്ളൂ. ഇല്ലെന്നേ, ഇതാ നിന്റെ മേൽ വിളിച്ച വിളിക്കൊത്തവണ്ണം മഹത്വം വെളിപ്പെടുത്തി ഈ ഒരു സീസൺ ഇരട്ടിപ്പങ്കിന്റെ കാലമായിരിക്കും, ഡബിൾ പോർഷന്റെ കാലമായിരിക്കും. 2023 സംഭവിക്കേണ്ടത് പല വ്യക്തികളായിട്ട് അടച്ചു. 2024 സംഭവിക്കേണ്ടത് രോഗം മൂലം അടച്ചു. എന്നാൽ 2025 ചില ഓപ്പണിംഗ് ഒക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ അവിടെ സാത്താനും അടച്ചു. എന്നാൽ 2026 ദൈവം നിന്റെ മുമ്പിൽ ചിലത് തുറക്കുകയാണ്. സ്വർഗം നിന്റെ മുമ്പിൽ ചിലത് തുറക്കുകയാണ്. എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പറയാൻ പറയുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. ഈ വേർഡ് പ്രവചന ശബ്ദം പറയുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് ഈ കഴുത്ത് മുതൽ നടുവരെ ഇറങ്ങി നിൽക്കുന്ന, ഇടക്ക് നിൽക്കുന്ന ഒരു പെയിൻ, ആ പെയിൻ ഇന്നങ്ങ് മാറുകയാണ്. വലിഞ്ഞു മുറുക്കി കെട്ടിവെച്ചതുപോലെ ഒരു പെയിൻ നിങ്ങളുടെ നടുവിനുണ്ട്. ആ നടുവിന്റെ പെയിൻ ഇന്നിപ്പോൾ സൗഖ്യം, ഒരു സൈന, ഒരു സൗഖ്യമാവുകയാ. ചില പാരമ്പര്യത്തിന്റെ നുഖങ്ങൾ തകരുകയാ, ചില പാരമ്പര്യത്തിന്റെ പിന്നോട്ട് വലിക്കുന്ന ചില നുഖങ്ങൾ ഇന്ന് നിങ്ങളെ വിട്ടുമാറുകയാ. എന്നിട്ട് എന്നോട് പരിശുദ്ധാത്മാ പറയുന്നത്, പുതിയ നിയമത്തിനോട്ടൊരു പുതിയ നുഖം ഞാൻ നിന്റെ മേലേൽപ്പിക്കുക. അത് ഇരട്ടിപ്പങ്കിന്റെ കാലമാണ്, ഇരട്ടിപ്പങ്കിന്റെ കാലമാണ്. ലബലെ റക്കല ഷക്കേറ്റ ലബല റബല ഷക്കേറ്റ്. നീ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം തുറക്കാൻ തയ്യാറാ. നീ മഹത്വം ചുമക്കാൻ തയ്യാറാണെങ്കിൽ ചില വഴികൾ തുറക്കാൻ എൻ്റെ ദൈവം തയ്യാറാ. എന്തോ കണ്ട് പേടിച്ചോടുന്ന വ്യക്തിയായിട്ടല്ല, ചില പോരാട്ടം കേൾക്കുമ്പോഴൊക്കെ അയ്യോ ഒന്നും വേണ്ട കർത്താവേ എന്ന് പറയുന്ന ഓടുന്നവനായിട്ടല്ല. എത്ര വലിയ പ്രതിസന്ധി വന്നാലും നീ ആ പ്രതിസന്ധിക്ക് മുൻപിൽ ഈ പെട്ടകം ചുമക്കാൻ തയ്യാറാണെങ്കിൽ, പെട്ടകം ചുമക്കാൻ തയ്യാറാണെങ്കിൽ, ജസിസ്റ്റർ, ഈ പെട്ടകം ചുമന്നവരൊന്നും അപമാനിക്കപ്പെട്ടു എന്നല്ല ഞാൻ കേട്ടിട്ടുള്ളത്, മാനിക്കപ്പെട്ടു എന്നാ. അങ്ങനെയെങ്കിൽ നീ മാനിക്കപ്പെടുന്നുണ്ടെന്ന്. ജ്യോതിശ്രേ, ഇതൊരു മാനത്തിന്റെ സീസണാ, ഇതൊരു മാനത്തിന്റെ സീസണാ, ഒരു മാനത്തിന്റെ സീസണാ. ലീനശ്രേ, ഇതൊരു മാനത്തിന്റെ സീസണാ. ഈ സീസൺ ഏറ്റെടുത്തോ, ഈ സീസൺ ഏറ്റെടുത്തോ. എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു, ചില വ്യക്തികളോട് സ്വന്തം ഭവനത്തിലോട്ട് താമസം മാറാൻ ഒരുങ്ങാൻ. സ്വന്തം ആരുടെ? എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു, ഇങ്ങനെ നിങ്ങൾക്ക് വീടും സ്ഥലമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതിലോട്ട് പ്രവേശിക്കാൻ പറ്റുന്നില്ല. പല കാരണങ്ങളാൽ പ്രവേശിക്കാൻ പറ്റാത്ത 2 വ്യക്തികൾ ഇതിനകത്തുണ്ട്. അവരോട് പരിശുദ്ധാത്മാ പറയുന്നു, ഇതാ നിനക്കൊരു സീസൺ ദൈവം താക്കോൽ തരാൻ പോകുക. ഇതാ നിന്റെ സ്വന്തം ഭവനത്തിലോട്ട് നീ മടങ്ങിക്കോ. ഇതാ നിനക്കൊരു ഓപ്പണിങ്ങാ, ഇതൊരു ഓപ്പണിങ്ങാ. സ്വന്തം ഭവനത്തിലോട്ട്. ലിസി ജോൺ, കായംകുളം. പരിശുദ്ധാത്മാ പറയുന്നു, നിനക്കൊരു പുതിയ യാത്ര, ഒരു പുതിയ തുറക്കം, പുതിയ ഒരുക്കം ഉണ്ട് ഇതിനകത്ത്. ഉണ്ട്. നീ ഒത്തിരി കരഞ്ഞ സ്ഥലങ്ങളുണ്ട്, കരഞ്ഞു നിന്ന സ്ഥലങ്ങളുണ്ട്, നീ അപമാനിക്കപ്പെട്ട സ്ഥലമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാ നിന്നെ നീ വീണ്ടും അങ്ങോട്ട് തന്നെ വിട്ട് ചില ഫലങ്ങൾ നൽകാൻ പോകും, ചില വഴികൾ തുറക്കാൻ പോകും നിന്റെ മേൽ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു?
വിശ്വസിക്കുന്നവരെല്ലാം ആമേൻ പറഞ്ഞു തുടങ്ങിയാട്ടെ. ഈ മഹത്വം ചുമക്കാൻ തയ്യാറായവരൊന്നും ഈ ഞങ്ങളോട് ദൈവാത്മാവ് 2026 പറഞ്ഞ വാഗ്ദത്വമാണത്. ഇയർ ഓഫ് ഓപ്പൺ ഡോഴ്സ്. ഞങ്ങളെ പ്രോമിസ് കാർഡാ. ഇത് പറയുമ്പോഴേ ഞങ്ങൾ ചർച്ചയുടെ അമ്മാമയുണ്ട്, 63 വയസ്സായി. പാവാ, പുള്ളിക്കാരത്തി വീട്ടു ജോലിക്കൊക്കെ പോയിട്ടാണ് കുടുംബമൊക്കെ പോറ്റുന്നത്. പക്ഷേ ദൈവമല്ലേ പ്രവചിക്കുന്നത്, നമ്മളൊന്നുമല്ലല്ലോ. ഈ ന്യൂ ഇയർ സർവീസിൽ കയറി നിന്നപ്പോഴേ എന്നോട് ദൈവാത്മാവ് ഒരു കാര്യം പറഞ്ഞു. അമ്മാമ്മയുടെ കൈ പിടിച്ചൊരു കാര്യം പറഞ്ഞു, നിന്റെ കാല് ഇവിടുന്ന് പറിക്കുക, വേറെ മരുഭൂമി കൊണ്ട് നടാൻ പോവാന്നൊക്കെ പറഞ്ഞു. അമ്മാമ്മ എന്നോട് ചെവി പറഞ്ഞു, ഭാഷയെ പറ്റിച്ചു, ദൂത് തെറ്റും. എന്താ പ്രശ്നം എന്നറിയോ? 60 വെച്ച് കഴിഞ്ഞാൽ സൗദി അറേബ്യയിലോട്ടോ മണൽ പ്രദേശത്തേക്ക് എന്തില്ല, വിസ അടിക്കാൻ പറ്റത്തില്ല എന്ന്. ഒരു കഴിഞ്ഞ ആഴ്ച ചർച്ച നടന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, വിസ അടിച്ച് ഫെബ്രുവരി 15-ാം തീയതി പോവുകയാണെന്ന്. അത്രേ ഉള്ളൂ. മഹത്വം ചുമക്കുന്നവൻ പറഞ്ഞ പിന്നെ ചെങ്കടലിന് ആർത്തിരമ്പാനും പറ്റത്തില്ല, പിന്നെ യോർദാന് മരണയോർദാനായി നിൽക്കാനും പറ്റത്തില്ല, പിന്നെ മരണയോർദാൻ ആവാൻ പറ്റുന്ന മഹത്വത്തിന്റെ യോർദാനായിട്ട് നമ്മോട് ചേരാനേ പറ്റത്തുള്ളൂ. ഇന്ന് പ്രവചിക്ക്, നിന്റെ സ്ഥിതിയെ നോക്കി നീ പ്രവചിക്ക്, നിന്റെ ഇല്ലായ്മയെ നോക്കി നീ പ്രവചിക്ക്, നിന്റെ രോഗത്തെ നോക്കി നീ പ്രവചിക്ക്. മഹത്വം ചുമന്ന് നീ ചിലത് പ്രവചിക്ക് നിന്നെ നോക്കി. എലീശയുടെ ശിഷ്യൻ മരിച്ചപ്പോ എലീശയുടെ ശിഷ്യന്റെ വീട്ടിലോട്ട് എലീശ പ്രവാചകം ചെല്ലുമ്പോ പുള്ളിക്കാരന്റെ ഭാര്യ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ആകെ പുള്ളി തന്നേച്ചു പോയി രണ്ട് കാര്യം, ഒന്ന് കുറച്ച് കടവും 2 മക്കളും. മക്കളെയും കുട്ടിയും കൊണ്ടുപോകാൻ ആരും വരും? ഇപ്പോ പലിശക്കാര് വരും. എന്റെ ഭാഷയ്ക്കാട്ടോ പറയുന്നത്. പലിശക്കാരൻ ചോദിച്ചിട്ട് ആരും നോക്കരുത്. ബൈബിൾ നോക്കിയിട്ട് പലിശക്കാരനെ കണ്ടില്ലാന്നൊന്നും ആളെ വിളിച്ചു ഷമീർ പാസ് പണ്ട് കണ്ടില്ല എന്നും പറയാൻ നിൽക്കരുത്. പലിശക്കാർ കുറച്ച് കഴിയുമ്പോൾ വരും. എന്തിനാ അറിയോ? എന്റെ 2 മക്കളെ കൊണ്ടുപോകാൻ. പുള്ളി ആകെ തന്ന 2 സാധനമുള്ളൂ, 2 മക്കള്. അതിനെയും കൊണ്ടുപോകാൻ ആര് പോവാ? അല്ലെന്നേ, നീ പറ. എലീശ പറഞ്ഞു അവളോട്, നീ പറ. എന്തോ പ്രവാചകനെ പറ, ഞാനല്ലേ നിന്നോട് ഈ പറയുന്നേ, ഈ അവസ്ഥ ഒക്കെ പറഞ്ഞിട്ട് വീണ്ടും നീ പറയാൻ? അല്ലെന്നേ, നീ നിന്റെ ഇന്നലകളെ പറയാനല്ല, നീ നിന്റെ നാളെയെ നോക്കി പറ. നീ നിന്റെ വരാനിരിക്കുന്ന സീസണെ നോക്കി പ്രവചിക്ക്. നിന്റെ നാളെയെ നോക്കി നീ പ്രവചിക്ക്. നീയാ നിന്റെ പ്രവാചകി, നീയാ നിന്റെ പ്രവാചകൻ. ഇന്ന് നീ ചിലത് പ്രവചിക്കുമ്പോ നാളെ നിന്റെ മുമ്പിൽ അത് ഓപ്പൺ ആവുകയാ. ഇന്ന് നീ ചിലത് നോക്കി പ്രവചിക്കുമ്പോ മുമ്പിൽ അത് ഓപ്പൺ ആവുകയാ. അങ്ങനെയെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ആരോഗ്യ ജീവിതത്തിനകത്ത് അടഞ്ഞു പോയ വഴികളെ നോക്കിയിട്ടല്ല ഇനി നീ കരയേണ്ടത്. ഇനി തുറക്കപ്പെടുന്ന വാതിലുകളെ നോക്കി ആരാധിക്കാൻ തുടങ്ങ്. നീ തുറക്കപ്പെടുന്ന വാതിലുകളെ നോക്കി ആനന്ദിക്കാൻ തുടങ്ങ്. നിന്റെ മുമ്പിൽ ശത്രു പരാജയപ്പെടുന്ന ഒരു സീസൺ ദൈവം തുറക്കാൻ പോവാ. ലഷാല റബാല റക്കേല റഷാറ്റ റക്കേബല ഷക്കേറ്റല ബലബ റബല ഷബല റബല റബലെ. വീനശ്രേ, ഞാൻ നിങ്ങളോട് നോക്കി പ്രവചിക്കാൻ പോവാ. നിങ്ങൾക്കൊരു പുതിയ സീസൺ ദൈവം തരാൻ പോവാ. ശുശ്രൂഷ മുഖത്ത് ഒരു പുതിയ സീസൺ. എന്നോട് പറയുന്നു, ഡൽഹി ചില ശുശ്രൂഷക്ക് ഒരുങ്ങാൻ, ഡൽഹിയിലോട്ട് ചില യാത്രകൾക്ക് ഒരുങ്ങാൻ പരിശുദ്ധാത്മ ശക്തമായിട്ട് ഇടപെടുന്നു. ഈ യാത്ര നിങ്ങളുടെ മേൽ കിടക്കുന്ന ചില എതിർ പ്രാർത്ഥനകളുടെ മുഖം തകർത്ത് ദൈവത്തിന്റെ പദ്ധതി, വാഗ്ദത്തം എന്ന പദ്ധതി പുറത്തു കൊണ്ടുവരുന്ന സീസൺ ആയിരിക്കും. നിങ്ങൾക്ക് വിരോധമായ ഒത്തിരി എതിർ പ്രാർത്ഥനകളുണ്ട്. ആ എതിർ പ്രാർത്ഥനകളല്ല, ദൈവത്തിന്റെ വാഗ്ദത്തമാണ് വലുതെന്ന്. ദൈവിക വാഗ്ദത്തത്തിന് എതിർ പ്രാർത്ഥനകൾക്ക് തടഞ്ഞു വെക്കാൻ പറ്റത്തില്ലെന്ന് ഒരു സീസണ് ദൈവം തെളിയിക്കാൻ പോവുക. ഈ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും നിങ്ങൾ ഈ വർഷം ശുശ്രൂഷിക്കും. ചില യാത്രകളുണ്ട്. അതും ഒരു ട്രെയിൻ യാത്ര ഞാൻ കാണുന്നത്. ഫ്ലൈറ്റ് യാത്രക്ക് ഒരുങ്ങിക്കോ, ചില പെട്ടികൾ പാക്ക് ചെയ്തോ, നിനക്ക് യാത്രയുണ്ട്. ഈ യാത്ര നിന്റെ സ്ഥിതിയെ മാറ്റാൻ തുടങ്ങും. നിന്നിൽ നിന്ന് അകറ്റി നിർത്തിയ ചില വ്യക്തികളെ നിന്നോട്ട് അടുപ്പിക്കാൻ ഈ യാത്രയുടെ വാഗ്ദത്തത്തിനകത്ത് ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവം ചില താക്കോലുകൾ കൈമാറാൻ പദ്ധതികളുണ്ട്. ദൈവത്തിന്റെ നിന്റെ സ്ഥിതിയെ മാറ്റി. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ചില വിധവകളെ ചേർത്ത് പിടിക്കാൻ ചില ശുശ്രൂഷകൾ ഈ വർഷം നീ തുടങ്ങും. നീ അനേകർക്ക് മാതാവായും അനുഗ്രഹിക്കപ്പെട്ട ഒരു അമ്മയായും നീ മാറും. നീ അനേകരുടെ കണ്ണുനീർ തുടക്കും. കാരണം എന്തെന്നറിയോ? ഒരു ഗ്രേസ് നിന്റെ മേൽ വന്നു കിടപ്പുണ്ട്. ഒരു ഗ്രേസ് നിന്റെ മേൽ വന്നു കിടപ്പുണ്ട്. 2025 നിന്നെ ലോക്ക് ചെയ്ത വർഷമാണെങ്കിൽ 2026 നിന്നെ തുറന്നു വിടുന്ന വർഷം. എത്ര പേര് വിശ്വസിക്കുന്നു? തുറന്ന സ്വർഗത്തിന് കീഴിലാണ് നിൽക്കുന്നതെന്ന്. നമ്മുടെ പരിശുദ്ധാത്മാവില്ല. ഞാൻ ഈ കുറിവാക്യത്തിലോട്ട് വന്ന് ഞാൻ നിർത്താൻ പോവുക. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും മഹത്വം ചുമന്നാ നിൽക്കുന്നെങ്കിൽ, മഹത്വം ചുമക്കുന്നവരോടാ പറയുന്നേ, മഹത്വം ചുമന്നാ നീ നിൽക്കുന്നെങ്കിൽ, നീ പെട്ടകം ചുമന്നാ നിൽക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് വിരോധമായി നിൽക്കുന്ന ഒരായുധവും. ഈ മാത്യു ബ്രദറെ, ഈ രാജു എന്ന പേരുമായി വല്ല കണക്ഷൻ ഉണ്ടോ നിങ്ങൾക്ക്? രാജു
ഉണ്ട് പാസ്റ്ററെ. ആ കെട്ടിയതെന്ന് തുറയാ, ആ കെട്ടപ്പെട്ടതെന്ന് തുറയാണ്. യെസ്, ആമേൻ. എനിക്കറിയാം, ഞാൻ നിർത്താൻ പോയതാ, പക്ഷെ ഈ പേര് കൊണ്ട് ദൈവം വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതാ. ആമേൻ, ആമേൻ. യെസ്. ഇന്ന് നിന്നെ നീ രാജുവിന്റെ കെട്ടിനകത്തല്ല, നീ ദൈവത്തിന്റെ മഹത്വത്തിനകത്താ. നീ ഓ, ഇന്ന് ആമേൻ. രാജുവിന്റെ യെസ്, കെട്ടിനകത്തല്ല, നീ ദൈവത്തിന്റെ മഹത്വത്തിനകത്താ. ദൈവത്തിന്റെ ആമേൻ. മഹത്വത്തിനകത്തോട്ട് അവന്റെ കെട്ട് പറ്റത്തില്ലെന്ന് ഇന്ന് ചിലത് തിരിച്ചു കെട്ടി ദൈവം സ്വീകരിക്കാൻ പോകുന്നിന്നെ. ആമേൻ. നീ ഐ ഭൂമിയിൽ റിസീവ്. സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. കർത്താവെ, ഈ ശുശ്രൂഷയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ ദാസന്മാദാസിയെ കർത്താവെ ഈ ദർശനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി തീർക്കണം. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, സൃഷ്ടിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ കൂടെ ഇരുന്ന് ശുശ്രൂഷയെ നന്ദി. കർത്താവെ, അനുഗ്രഹിക്കണം. ഈ ശുശ്രൂഷ മാനിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ബ്ലസ് യു.